നമസ്കാരം, ഞാൻ MS. ബോബി ചെമ്മണ്ണൂര് അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു. വേദനിച്ചാണ് ആ ചടങ്ങിൽ നിന്ന് മടങ്ങിയതെന്ന് പ്രോസിക്യൂഷൻ. ഹണിയുടെ ആരോപണങ്ങൾ മൊത്തത്തിൽ വ്യാജമാണെന്ന്. പരാതിക്കാരിക്ക് വേണ്ടത് പബ്ലിസിറ്റി മാത്രമാണെന്നുള്ളതാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ, അതായത് അദ്ദേഹത്തിന്റെ വാദം തന്നെ. അതുപോലെ തന്നെ ഈ ഹർജിയിൽ ചൂടേറിയിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയില്, അതായത് കോടതിയിൽ നടന്നത് ശരിക്കും പറഞ്ഞാൽ ചൂടേറിയിട്ടുള്ള വാദങ്ങളാണ്. നടിയുടെ ശരീരത്തില് ബോബി ചെമ്മണ്ണൂര് അനുവാദമില്ലാതെ സ്പർശിച്ചെന്നും അതേപോലെ തന്നെ ആ ചടങ്ങിൽ നിന്ന് ഏറെ വേദനാജനകമായിട്ടാണ് നടി ഇറങ്ങിപ്പോയതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പക്ഷേ ഹണി റോസിനെ, അതും ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഈ രീതിയിലുള്ള ഒരു അപമാനം നേരിട്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. എന്ന് വെച്ചാൽ 4 മാസം മുമ്പുള്ള ആ ഒരു ചടങ്ങിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടുവരാം. അതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്, അപ്രീഷിയേറ്റ്. പിന്നെ അടിപൊളിയാണ്. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ബാക്കിന്റെ ഭംഗി കാണാം. നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ചാല് അന്ന് അവിടെ ഒരു അസഭ്യമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടില്ല. ഒരു വാക്ക്, അതിപ്പം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട പോലെ അതിനകത്ത് വലിയ പ്രസക്തിയൊന്നും ഞാൻ നോക്കി കാണുന്നില്ല. അപ്പം ഇതില് മാപ്പ് പറയേണ്ട തെറ്റൊന്നും തന്നെ താൻ ചെയ്തിട്ടില്ലെന്നാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂര്. മാത്രമല്ല അതില് കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ട് പറയുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആ ഒരു നെഗറ്റീവ് ത്രോട്ടിലല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോടതിയിൽ നടന്നത് എന്തെന്നാല് ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങളെ വളരെ ശക്തമായിട്ട് എതിർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബോബിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന് വേണം എടുത്തു പറയാൻ. എന്ന് വെച്ചാൽ ബോബി ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. പക്ഷെ അതിനുശേഷം ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറയുമ്പോൾ, ദ്വയാർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തി എന്ന് പറയുമ്പോഴും അതിനുശേഷവും തുടർച്ചയായിട്ട് അധിക്ഷേപിച്ചതായിട്ടാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. പക്ഷെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോഴും എന്താണ് അധിക്ഷേപിച്ചു എന്നുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് വരുന്നില്ല. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പ്രോസിക്യൂഷൻ പ്രതിഭാഗം പറയുന്നത് അവരുടെ വാദം തന്നെ ഇപ്പോ ഇതാണ്. എന്ന് വെച്ചാല് അനുവാദമില്ലാതെ ഹണി റോസിന്റെ ശരീരത്തിൽ സ്പർശിച്ചു. വളരെയധികം അവരെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് അപമാനിച്ചത് എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഇത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നും മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയതെന്നും അതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വളരെയധികം വേദനിച്ചാണ് ഹണി റോസ് ഇറങ്ങിപ്പോയതും എന്നൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രതിഭാഗം പ്രോസിക്യൂഷന്റെ വാദം തന്നെ. ഹണി റോസിന്റെ അഭിഭാഷകൻ പറയുന്നത് ഹണി റോസിനെ മനഃപൂർവ്വം അപമാനിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം എന്നുള്ളതാണ്. വലിയ സ്വാധീനമുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആള്. അതിനാൽ തന്നെ ജാമ്യം നൽകിയാല് ഒളിവിൽ പോവാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. പക്ഷെ പരാതിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യം നൽകണമെന്ന ഒരു വാദം പ്രതിഭാഗം ഉന്നയിച്ചത് തന്നെ. ഈ കേസിൽ ഹണി റോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പരാതിക്കാരിക്ക് വേണ്ടിയത് ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റി മാത്രമാണെന്നുള്ളതാണ് അദ്ദേഹം കോടതിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്. മാത്രമല്ല ഇതില് മുഴുനീളം, അതായത് വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ നിറയ്ക്കുക എന്നുള്ള ഒരൊറ്റ പബ്ലിസിറ്റി മാത്രമാണ് ഈ പറയുന്ന ഹണി റോസ് ആഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ്
രാമൻ പിള്ള ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വാദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അധികം പറയുന്നു, നമ്മൾ പരാതി കിട്ടിയ ഉടനെ തന്നെ നാട്ടിലെത്തി, അതായത് ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പരാതിക്കെതിരെ ബോബി ചെമ്മണ്ണൂര് എന്താ പറയാ, അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന നടിയെ സ്വാധീനിക്കും എന്നുള്ള ഒരു വാദവും തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഹണി റോസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങള് വ്യാജമാണ്. ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ള പരാതി വളരെ വൈകിട്ടാണ് ഇവര് കൊടുത്തിട്ടുള്ളത്. അപ്പോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹണി റോസ് എന്ന് പറയുന്നയാള് ചുമ്മാ ഒരു കാര്യവുമില്ലാതെ വെറുതെ വിട്ടൊരു പരാതിയാണെന്നുള്ളത്. കാരണം അന്ന് അങ്ങനെ ഒരു ഇറിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മാസങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അഡ്വക്കേറ്റ് രാമൻ പിള്ള കോടതിയിൽ പറയുന്നത്, അതായത് ഇതിന് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, ഇതിന് പിന്നിൽ മറ്റാരുടെയും ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഉണ്ടായിരിക്കാം, എന്ന് വെച്ചാൽ ഒരുപക്ഷെ മറ്റാരുടെയും താല്പര്യങ്ങളുടെ പുറത്തായിരിക്കും അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടാവുക. കാരണം പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ള ഒരു ചടങ്ങ്, ആ ചടങ്ങിന് ശേഷവും ഈ പറയുന്ന ഇരുവരും തമ്മിൽ, ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിൽ വളരെയധികം സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ്. പിന്നീടും ഇരുവരും കൂടിയിട്ട് മറ്റു പല പരിപാടികളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതും അതിന്റെ വീഡിയോ ക്ലിപ്പ് വരെ ഉണ്ട് എന്നുള്ളതാണ് രാമൻ പിള്ള കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. കോടതിയിൽ രാമൻ പിള്ള മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടത്, അതായത് കണ്ണൂരിൽ നടന്ന ആ ഒരു പരിപാടി, 4 മാസം മുമ്പ് നടന്നുള്ള ആ പരിപാടിയുടെ ദൃശ്യങ്ങള് കോടതി കാണണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും കൂടിയിട്ട്, പ്രതിഭാഗം അത് ആവശ്യപ്പെട്ടുവെങ്കിലും കൂടിയിട്ട് അത് നടന്നില്ല എന്നുള്ളതാണ് കോടതി അംഗീകരിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദിച്ചു എന്നുള്ളതാണ്. അപ്പോ അത് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ജാമ്യം നൽകണമെന്നും ഒക്കെ പ്രോസിക്യൂഷൻ വാദിച്ചുവെങ്കിലും ബോബി ചെയ്തത് വളരെയധികം ഗൗരവമായിട്ടുള്ള ഒരു കുറ്റമെന്ന് ആണുള്ള ഒരു രീതിയിലാണ് പ്രോസിക്യൂഷൻ അന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി അതിനൊരു അനുമതി കൊടുത്തില്ല. എന്ന് വെച്ചാൽ രാത്രിയിൽ ഉന്നയിക്കുന്ന വീഡിയോ പരാതിക്കാര് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ ഈ ഘട്ടത്തില് വീഡിയോ കാണേണ്ട ആവശ്യമില്ലെന്ന് മജിസ്ട്രേറ്റ് പറയുകയാണ് ഉണ്ടായത്. പ്രതിഭാഗത്തോട് വാദം തടയാനും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്തരം വാദങ്ങൾ ഈ കോടതിയിൽ പാടില്ല എന്നുള്ള രീതിയിലേക്ക് സംസാരങ്ങളുണ്ടായി. മാത്രമല്ല വ്യാജ ആരോപണങ്ങളാണ് ഇതെല്ലാം തന്നെ എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ എന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് രാമൻ പിള്ള കോടതിയിൽ വാദിച്ചിരുന്നു. എന്തിനധികം പറയുന്നു, നമ്മൾ ഈ പറഞ്ഞ കുന്തിദേവി എന്ന ഒരു പരാമർശത്തിന് ശേഷവും ഇരുവരും തമ്മിൽ വളരെയധികം സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തെളിവാണ് ഈ പറയുന്ന വീഡിയോ എന്നും അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോബി എന്ന് പറയുന്നയാള് ഏതാണ്ട് 30 മണിക്കൂറായിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിന്റെ ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുമെന്ന് വിചാരിക്കണം. ഈ ഫോൺ പരിശോധനയുടെ ഒക്കെ ഫലം വരുന്നതിന് മുൻപ് ജാമ്യം നൽകിയാൽ എങ്ങനെ ഈ കേസിനെ ബാധിക്കും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുപോലെ തന്നെ റിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണോ എന്നതും പരിശോധിക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് മജിസ്ട്രേറ്റ് മറുപടി നൽകിയത്. അതുപോലെ തന്നെ ഈ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ അതിന്റെ മേലിൽ കോടതികളടക്കം പല കേസുകളിലും പരിശോധിക്കാറുണ്ടെന്നുള്ളതും പ്രതിഭാഗം ആരോപിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂര് കോടതിയിൽ പറഞ്ഞ മറ്റൊരു കാര്യം, എന്നെ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് ഫോണ് അവരുടെ കസ്റ്റഡിയിലുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തന്നെ വിളിപ്പിച്ചാല് മതിയെന്നും ഹാജരാകാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബോബി ചെമ്മണ്ണൂര് പറയുന്നത്. എവിടേക്കും നമ്മൾ ഒളിവിൽ പോകാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. എന്നാല് ഈ പറഞ്ഞ പരാതിക്കാരിയുടെ ഒരു പരാതി എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷൻ വാദിച്ച് കേൾപ്പിച്ചു എന്നുള്ളതാണ്. പ്രതി മനഃപൂർവ്വം നടത്തിയ കുറ്റമാണിത് എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്ന് വെച്ചാൽ ക്ഷണിതാവ് ആയതുകൊണ്ട് മാത്രമാണ് അന്ന് ആ ഒരു സിറ്റുവേഷനിൽ പരാതി നൽകാൻ തയ്യാറാവാതിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ നടീനടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മ സംഘടന ബോബിയുടെ മാനേജറോട് അതായത് വളരെയധികം പ്രതിഷേധം അറിയിച്ചു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഹണി റോസ് പറയുന്നത് മറ്റു പരിപാടികൾക്ക് ക്ഷണം ലഭിച്ചപ്പോൾ താൻ എല്ലാം തന്നെ നിരസിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന് ശേഷം. എന്നാൽ അഭിമുഖങ്ങൾ വഴി ബോബി ചെമ്മണ്ണൂര് വളരെയധികം മോശമായിട്ട് തന്നെ അധിക്ഷേപം തുടർന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തി എന്നുള്ളതാണ്.
ഇത്തരം ഒരാള് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകി കഴിഞ്ഞാല്, അതായത് ഹണി റോസ് പറയുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയാല് തെളിവ് നശിപ്പിക്കുമെന്നും അതുപോലെ തന്നെ ജാമ്യം അനുവദിച്ചാല് സമൂഹ മാധ്യമങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെ തന്നെ മോശമായിട്ടുള്ള ഒരു പരാമർശത്തിലേക്ക് നയിക്കും.